നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മോദിക്കെതിരെ ചെമ്പട. കറൻസി പരിഷ്കരണത്തിൽ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച് തിരുവനന്തപുരത്ത് CPM പൊതുസമ്മേളനം. നിയന്ത്രണമില്ലാതെ പണം പിൻവലിക്കാൻ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സീതാറാം യെച്ചൂരി. കേന്ദ്ര നടപടിയിലൂടെ ദേശീയ വളർച്ചാ നിരക്കിൽ ഇടിവ് സംഭവിച്ചു. നോട്ട് നിരോധനത്തിലൂടെ കള്ളപ്പണം വെള്ളപ്പണമായെന്നും വിമർശനം. അതേസമയം അച്ചടക്ക ലംഘന വിഷയത്തിൽ VS-നെതിരായ PB കമ്മീഷൻ റിപ്പോർട്ട് നാളെ CPM കേന്ദ്ര കമ്മിറ്റിയിൽ. നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ VS-നെതിരെ കടുത്ത നടപടിക്ക് പാർട്ടി നീങ്ങിയേക്കില്ല. ദേശീയ രാഷ്ട്രീയവും കാർഷിക പ്രശ്നങ്ങളും മുഖ്യ അജണ്ടയായ യോഗത്തിൽ സംഘടനാ പ്രശ്നങ്ങൾക്ക് നീക്കിവച്ചത് ചുരുങ്ങിയ സമയം. വിട്ടുപറയാതെ മോദി. നോട്ട് അസാധുവാക്കലിൽ പറഞ്ഞത് തന്നെ പറഞ്ഞ് പ്രധാനമന്ത്രി. 1000-500 രൂപ നോട്ടുകൾ പിൻവലിച്ചത് ചരിത്ര ദൗത്യം. ഇല്ലാതാക്കിയ കള്ളപ്പണം തിരിച്ചു വരാതിരിക്കാൻ ഡിജിറ്റൽ ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കണം. ഈ പദ്ധതി BJP ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്നും പാർട്ടി ദേശീയ നിർവാഹക സമിതിയിൽ നരേന്ദ്രമോദി. അതേസമയം നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉയരുമ്പോഴും പൂർണ്ണ പിന്തുണ നൽകി ദേശീയ നിർവാഹക സമിതി. പ്രധാനമന്ത്രിയുടേത് ചരിത്രപരമായ തീരുമാനമെന്ന് പൊതുവികാരം. നോട്ടിന് പുറമെ നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനായുള്ള കർമ്മ പദ്ധതികൾക്കും ഒരുക്കം. സാക്ഷിയുടെ ശരികൾ. വിവാദ പ്രസ്താവനയിൽ കുടുങ്ങി വീണ്ടും സാക്ഷി മഹാരാജ്. ഇന്ത്യയിലെ ജനസംഖ്യാ വർധനവിന് പിന്നിൽ മുസ്ലിങ്ങളാണെന്ന പരാമർശത്തിൽ പാർലമെന്റ് അംഗത്തിനെതിരെ കേസ്. സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് കോൺഗ്രസ്. അതേസമയം തന്റെ പ്രസ്താവനയെ തെറ്റായി വ്യാഖ്യാനിച്ചെന്ന് സാക്ഷി മഹാരാജ്. MPയുടേത് വ്യക്തിപരമായ നിലപാടെന്ന് BJP. വിവാദമായത് രാജ്യത്തെ ജനസംഖ്യാ വർധനവിന് പിന്നിൽ ഹിന്ദുക്കളല്ലെന്നും 4 ഭാര്യമാരും 40 കുട്ടികളും എന്ന സങ്കല്പത്തെ പിന്തുണയ്ക്കുന്നവരാണെന്നുമുള്ള പരാമർശം. ഈ അവസ്ഥ ഒഴിവാക്കാൻ ഏകീകൃത സിവിൽ കോഡ് എത്രയും വേഗം നടപ്പിലാക്കണമെന്നും മുത്തലാഖ് നിരോധിക്കണമെന്നും സാക്ഷി മഹാരാജ്. പ്രദർശനത്തിന് വഴി തേടി. സംസ്ഥാനത്ത് സിനിമാ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് വെല്ലുവിളി ഉയർത്തി നിർമ്മാതാക്കൾ. ഫെഡറേഷന്റേതല്ലാത്ത 250 തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനം. നീക്കത്തിന് പിന്നിൽ ആഴ്ചയിൽ 1 സിനിമ വീതം റിലീസ് ചെയ്ത് ഇപ്പോഴുണ്ടായ നഷ്ടം നികത്താൻ. പൃഥ്വിരാജ് നായകനാകുന്ന എസ്ര വരുന്ന 19-ന് തിയേറ്ററുകളിലെത്തും. അതേസമയം മോഹൻലാലിന്റെ മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ ദുൽഖറിന്റെ ജോമുവിന്റെ സുവിശേഷം, ജയസൂര്യയുടെ ഫുക്രി എന്നീ സിനിമകളുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അന്വേഷണത്തിന് അനുമതി. CPM നേതാവ് EP ജയരാജൻ 1-ാം പ്രതിയായ ബന്ധു നിയമന കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകി തിരുവനന്തപുരം വിജിലൻസ് കോടതി. നടപടി ജയരാജൻ കുറ്റക്കാരനാണെന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നുമുള്ള FIR റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് ജയരാജന്റെ ബന്ധുവായ PK ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ KSIE മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചത് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും മറികടന്ന്. നിയമനത്തിനു പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കാളിയായ വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി കേസിൽ 3-ാം പ്രതി. ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2670 രൂപ, പവൻ 21,360 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.